ഒരു വശത്ത് അവസരങ്ങൾ തുടർച്ചയായി ലഭിക്കുന്നവർ, മറുവശത്ത് അവസരങ്ങളില്ലാതെ സ്വയം പഴിക്കുന്നവർ. ഒരു നെയ്ത്തുകാരന്റെ മകനായി അവൻ ജനിച്ചു. ആ ഗ്രാമം തന്നെയായിരുന്നു ആ കുട്ടിക്ക് എല്ലാം. 5-ാം വയസ്സിൽ അവന്റെ കുടിലിന് തീ പിടിച്ചു. അപകടത്തിൽ അവന് അമ്മയെ നഷ്ടമായി. പഠനമായിരുന്നു അവന്റെ ഏക ആശ്രയം. കാൺപൂരിൽ നിന്നും കൊമേഴ്സിലും നിയമത്തിലും ബിരുദം. ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അഭിഭാഷക വൃത്തി. 1975-ൽ ആ യുവാവിന് സിവിൽ സർവീസ് ലഭിച്ചു. പക്ഷേ അത് വേണ്ടെന്ന് വെച്ചു. പിന്നീട് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. കാലം പിന്നെയും ഏറെ കടന്നു. ഇന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നാണ്. ഇത് രാംനാഥ് കോവിന്ദിന്റെ ജീവിതം നമ്മോട് പറയുന്ന കഥ. ജീവിതത്തിലെ അവസരങ്ങൾ എല്ലാവർക്കുമുണ്ട്. പക്ഷേ അവയുടെ തിരഞ്ഞെടുപ്പും അതിന്മേലുള്ള നമ്മുടെ ഇടപെടലുമാണ് പ്രധാനം. IAS വേണ്ടെന്ന് വെച്ച് ഇന്ന് രാഷ്ട്രപതി പദവിയിൽ എത്തി നിൽക്കുക അതൊരു മാജിക് അല്ല. തന്റെ ഉള്ളിലെ ലക്ഷ്യങ്ങളിലേക്കുള്ള അവസരം അതല്ല എന്ന തിരിച്ചറിവാണ്. അന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം അഭിഭാഷകനാകുക എന്നതായിരുന്നു. ലക്ഷ്യത്തിന് പുറത്തേക്ക് നയിക്കുന്ന ഒന്നും നല്ല അവസരങ്ങളല്ല. ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന അവസരങ്ങളെ നമുക്ക് ശ്രദ്ധയോടെ തന്നെ തിരഞ്ഞെടുക്കാം. ശുഭദിനം.